വടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ വീടിന് നേരെ ആക്രമണം. ആർജെഡി അംഗമായ രജനി തെക്കേ തയ്യലിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. രജനി വോട്ട് മാറി കുത്തിയതിനെ തുടർന്ന് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടമായിരുന്നു. തുടർന്ന് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് KMR ആണ് ചേരുന്നത്. റിയാസ്, എങ്ങനെയാണ് വിവരങ്ങൾ? രജനി തക്കലിന്റെ വീടിന് നേരെ ഇന്ന് പുലർച്ചെയാണ് ആക്രമണമുണ്ടായത്. 2 ജനൽ ചില്ലുകളാണ് തകർത്തത്. ഈ വീടിന്റെ കാർപ്പറ്റിൽ നിന്ന് സ്റ്റീൽ കണ്ടെയ്നറും കണ്ടെത്തിയിരുന്നു. ഇന്നലെ നടന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFനും UDFനും 7 അംഗങ്ങൾ വീതമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ LDFന്റെ അംഗങ്ങളിൽ 2 പേർ RJD അംഗങ്ങളാണ്. അതിലൊരാൾ രജനി തക്കയിലാണ്. ഈ രജനി തക്കയിൽ അവിടെ വോട്ട് മാറി ചെയ്തതോടുകൂടി UDFന് അനുകൂലമായി വോട്ട് മാറി ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടുകൂടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടപ്പെടുകയും പിന്നീട് UDFും RMയും ചേർന്നുള്ള ജനകീയ മുന്നണിയുടെ ഭാഗമായ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ കോട്ടയിൽ രാധാകൃഷ്ണൻ അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയുമാണ് ഉണ്ടായത്. അത് വലിയ വിവാദമായിരുന്നു. ഈ സംഭവത്തിൽ രജനിക്ക് എതിരെ RJD പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു. രജനിയെ 6 മാസത്തേക്ക് സസ്പെൻഡും ചെയ്തിരുന്നു. ഈ രജനിക്ക് സസ്പെൻഷൻ നടപടി വന്നതിന് പിന്നാലെയാണ് രജനിയുടെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായത്. ആരാണ് ആക്രമണം നടത്തിയത് എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. രജനിയും ഒരു കൃത്യമായ ഒരു ആരോപണം ആർക്കെതിരെയും നിലവിൽ ഉന്നയിച്ചിട്ടില്ല. എങ്കിലും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ശരി, റിയാസ് KMR. വടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. RJD അംഗമായ രജനി തയ്യലിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രജനി വോട്ട് മാറി കുത്തിയതിനെ തുടർന്നാണ് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടമായിരിക്കുന്നത്. തുടർന്ന് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് റിയാസ് KMR ആണ്. ട്രെയിനിൽ ചാടി കയറുന്നതിനിടെ വീണ യാത്രക്കാരന്റെ ജീവൻ രക്ഷപ്പെടുത്തി RPF വനിതാ കോൺസ്റ്റബിൾ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. എറണാകുളം കൊല്ലം മെമു